എന്തിനാ നാത്ത നിങ്ങൾ ഇരിക്കണം? എന്തിനാ നീ വീടിൻ്റെ മുമ്പാകമൊക്കെ തൂക്കണതും? ഭർത്താവിന് ഒന്ന് എന്താ വിളിക്കുക ഇവിടെ? ഭർത്താവിന് എന്താ ഇപ്പോൾ വിളിക്കുക? ഇവിടെ പെണ്ണുങ്ങൾ ഭർത്താവിന് എന്താ ഇപ്പോൾ വിളിക്കുക? എന്താ വിളിക്കുക? എന്തായാലൊക്കെ ചീത്ത വിളിക്കാതിരുന്നാൽ മതി ഇല്ലേ? ഞാൻ എവിടെ ഒരു വഴുതിന് പോയൊരു വീട്ടിൽ പോയപ്പോൾ ഒരു പെണ്ണ് ഭർത്താവിനെ വിളിക്കുന്നു, എടാ അതിങ്ങെടുക്കടാന്ന്. ഞാൻ വെച്ച് ആരെയും അല്ല വിളിക്കണേ? ഒരു ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് എടാന്നാ. കാലം അവിടെ ആയിപ്പോയി. ചില പെണ്ണുങ്ങൾ പിന്നെ പെണ്ണിനെ ഭർത്താവിനെ വിളിക്കണത് പേരാ. ഭർത്താവിൻ്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളില്ലേ? എടാ വാടാ പോടാ ബന്ധമായി പോയില്ലേ? ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ മോളെ, വാപ്പാനെ എന്താ നീ വിളിക്കുന്നേ? വാപ്പാനെ പേരാണോ വിളിക്കുന്നത്? വാപ്പാടെ എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ? എടാ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, അത് കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്. ഭർത്താവിൻ്റെ സ്ഥാനം എന്തെന്നറിയോ? അള്ളാഹു ലോകത്താരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. നിനക്കറിയോ സഹോദരി, നീ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമല്ലോ. ഒരു ഭാര്യ ഒരു പെണ്ണ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ആ ചെയ്ത ദുആ സ്വീകരിക്കണമെങ്കിൽ ഒരു കാരണമുണ്ട്. നിങ്ങളൊക്കെ ചോദിക്കുന്നല്ലോ, ഉസ്താദെ ഞാൻ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന സഹോദരിമാരുണ്ടല്ലോ. നീ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക്, ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഒരു പെണ്ണ് ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അവൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിട്ട് വേണം ദുആ ചെയ്യാൻ. ഒരു പെണ്ണ് അവളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ അവൾ ആദ്യം ആരുടെ കാര്യം പറയണം? അല്ലാഹുവേ എൻ്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിട്ട് വേണം നിൻ്റെ കാര്യം പറയാൻ. എങ്കിലാ ദുആയ്ക്ക് ഇജാബത്തുള്ളെന്നാ. അപ്പം അത്രയും ബഹുമാനിക്കേണ്ട ഒരാളാണ് ഭർത്താവ്. അത്രയും ബഹുമാനിക്കേണ്ട ഒരാളാണ് ഭർത്താവ്. അപ്പം നിങ്ങൾ ചോദിക്കും ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങൾക്കും ഉണ്ട് ചങ്ങാതി. പെൺകുട്ടികൾക്കും അതേപോലെ അതിനൊരു ഒരു വേലക്കാരിയുടെ പരിഗണന പോലും നമ്മൾ കൊടുക്കാറില്ലല്ലോ. പെണ്ണുങ്ങൾക്കും അതേപോലെ തന്നെ ഒരു സ്ഥാനവും മഹത്വവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി കയറി വരുമ്പോൾ നബി തങ്ങൾ ഇരിക്കണ സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുമായിരുന്നു. ലോകത്തിൻ്റെ നേതാവ് ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകൾ കയറി വരുമ്പോൾ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, ബഹുമാനിക്കുമായിരുന്നു നബി തങ്ങൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആണുങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ദഹിക്കൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ നിങ്ങൾ ചിന്തിക്കേണ്ടത്, മകളെപ്പോലും നബി തങ്ങൾ അതാ പെണ്ണിനെ ആദരിക്കണം, ബഹുമാനിക്കണം. നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്ക്, നീ ആദരിക്ക്, അവൾക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം കൊടുക്ക്. അവൾ ആരെന്ന് നിനക്കറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ എപ്പോഴും വഴക്കും ബഹളവും പിന്നെ കുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെണ്ണിന് എടോ നീ നിന്റെ ഭക്ഷണം വെച്ച് തരുന്നില്ല, വീട്ടുജോലി ചെയ്യുന്നില്ല, നിന്നെ നോക്കുന്നില്ല. എടോ നിങ്ങൾ ആണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾക്ക് ഒരു നിർബന്ധവുമില്ല നിന്റെ തുണി കഴുകണമെന്നും. ഇസ്ലാം പറയുന്നില്ല. ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രം കഴുകിക്കൊടുക്കൽ നിർബന്ധമാണ്. ഒരു ഭർത്താവിൻ്റെ വസ്ത്രം കഴുകിക്കൊടുക്കണം, അദ്ദേഹത്തിന് ഭക്ഷണം വെച്ചു കൊടുക്കണം, വീട്ടുജോലി ചെയ്യണം, വീട് നോക്കണം, മക്കളെ നോക്കണമെന്നൊന്നും പെണ്ണിന് നിർബന്ധമൊന്നുമില്ല. അതിന് വേണമെങ്കിൽ നീ ആളെ വെച്ചു കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിന്റെ ഭാര്യയ്ക്ക് നിർബന്ധമില്ല, അവൾ നീ എൻ്റെ തുണി കഴുകിത്തരണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പറ കാക്കന്മാരെ, ഉണ്ടോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നിന്റെ വസ്ത്രം കഴുകി തരണമെന്ന് ഭാര്യയ്ക്ക് നിർബന്ധമുണ്ടോ? നിനക്ക് ഭക്ഷണം വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? നിന്നെയും നിന്റെ മക്കളെയും നോക്കണം നിർബന്ധമുണ്ടോ? നിന്റെ മാതാപിതാക്കൾക്ക് വെച്ച് വിളമ്പി തരണം, കൂടപ്പുറപ്പിന് കൊടുക്കുന്ന നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. നീ വേണമെങ്കിൽ ആളെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കണമെന്നാ. പിന്നെ ഓള് ചെയ്തു തരുന്നത് അത് അവളുടെ മനസ്സിൻ്റെ നന്മ. അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പൊങ്ങണ്ട, അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. അടച്ചാനുണ്ടാ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വേണേൽ ചോദിക്കും കേട്ടോ, അങ്ങനെ പറഞ്ഞ കേട്ടോ എന്ന് പറഞ്ഞതല്ല. നീ എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലമുണ്ട്. നിന്റെ ഭർത്താവിന് നീ ഭക്ഷണം വെച്ചു കൊടുത്ത, നിന്റെ ഭർത്താവിന് തുണി കഴുകി കൊടുത്ത, നീ വീടൊന്ന് തൂത്ത, നീ എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കലല്ല, ചെയ്തു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബഹുമാനിക്കണം ഭാര്യയെ. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ബഹുമാനിക്കണം പരസ്പരം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എടാ വാടാ പോടാ ബന്ധമല്ല.
പണ്ടുള്ളവർ പറയും കുട്ടികളുടെ ഉപ്പ ഇങ്ങനെ വിളിക്കുക ഭർത്താവിനെ, നിങ്ങൾ. അതൊരു ബഹുമാനത്തിൻ്റെ വിളി. നിങ്ങൾ എന്നൊക്കെയാ വിളിക്കുക. പണ്ടത്തെ പെണ്ണുങ്ങൾ വിളിക്കുക അങ്ങനെ പടച്ചവനെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളോ അല്ലാഹു അലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഉസ്താദ്, പെണ്ണുങ്ങൾ ഇപ്പം പിന്നെ അറിവുള്ളവരാ, ഇവർ ചോദിക്കും ഉസ്താദ് ഫാത്തിമ ബീവിയെ അലിയാര് തങ്ങളെ ഫാത്തിമ അലി എന്നല്ലേ വിളിച്ചെന്ന് ചോദിക്കും. ബുദ്ധി അത്രയ്ക്കും. അലിയാര് തങ്ങളെ ഫാത്തിമ വിളിച്ചത് യാ അലി എന്ന. അവർ തമ്മിലുള്ള ബന്ധം അറിയോ? രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതുകൂടെ ചിന്തിക്കണം. അലി എന്നല്ല വിളിച്ചത്. നിങ്ങളതിനെക്കുറിച്ചൊന്നും പഠിച്ചു നോക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അൽഹംദുലില്ലാ, പേര് വിളിക്കുന്നൊക്കെ സ്വഭാവം മാറ്റി ഇക്കാന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. സ്നേഹം കൂടുമ്പോൾ ചീത്ത വിളിക്കാതിരുന്നാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. 25ഓളം വരുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പ്രത്യേകമായി നമുക്ക് പേരുൾപ്പെടെ പഠിച്ച പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളും അവരുടെ ദുആകളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ഈ പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുകയും ചെയ്യുന്ന പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പ്രവാചകനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാലമാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ ആ ഇബ്രാഹിം നബിയുടെ ദുആ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ആ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ ദുആകൾ പറയുമ്പോ ഇബ്രാഹിം നബി പ്രത്യേകമായി ചെയ്ത ഒരു ദുആ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഇബ്രാഹിം നബി ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഇബ്രാഹിം നബി പടച്ച റബ്ബിനോട് ചെയ്ത ദുആ എന്തെന്നറിയുമോ? വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചെയ്ത ദുആയാണ്. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, നാളെ പടച്ച റബ്ബേ നിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ, നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, നാഥാ നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ, നീ എന്നെ നിന്യനാക്കല്ലേ അല്ലാ. നാളെ പടച്ച റബ്ബേ നിന്നെ കണ്ടുമുട്ടുന്ന സമയത്ത്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് നീ എന്നെ നിന്യനാക്കരുത്, എന്നെ നീ നിസാരനാക്കരുത്, എന്നെ നീ മോശക്കാരനാക്കരുത്, ആ പരലോകത്ത് വെച്ച് എന്നെ നീ നാണം കെടുത്തരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ ദുനിയാവിലെ ജനങ്ങളെ നമ്മളെ കുറിച്ച്, നമ്മൾ ചെയ്യുന്ന മോശമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾ അറിയുമെന്ന് പേടിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് രഹസ്യമായി തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, നിനക്ക് ദുനിയാവിലെ നാണം കെടുന്നതിന് വല്ലാതെ ഭയപ്പെടുന്നതെങ്കിലോ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നാണം കെട്ടുപോകുന്നതിനെ കുറിച്ച് എന്തേ നീ ചിന്തിക്കാത്തത്? നാളെ പരലോകത്ത് തലതാഴ്ത്തി വരുന്ന അവസ്ഥയെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? എന്തേ ദുആ ചെയ്യാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട്, ചെറുപ്പക്കാരോട്, അതാ തൊപ്പിയും താടിയും തഴമ്പുമുള്ള മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഫർദയും ഹിജാബും ഇട്ടിട്ട്
കയ്യിലെ തസ്ബീഹും പിടിച്ച് ദിക്ർ പറഞ്ഞിരിക്കുന്ന ഉമ്മ, ഇന്ന് എല്ലാവരുടെ മുമ്പിൽ നമ്മളൊക്കെ മാന്യന്മാരാണ്, നമ്മളൊക്കെ നല്ലവരാണ്, നമ്മളെ ജനങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കല്ലേ അറിയോ? നമ്മൾ അതിന് അർഹതയുള്ളവരാണോ ഇല്ലാത്തവരാണോ? നമ്മളെ കുറിച്ച് നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ അറിവുള്ളവര്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ മജ്‌ലിസിലിരിക്കുന്ന നമ്മളോ, അതാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമ്പോ അതാ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എല്ലാവരും ആറടി മണ്ണെന്ന് പറയുന്ന ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടികയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, അല്ലാഹുവേ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചവനെ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും, യഹ്യാ നബിയും, ഈസാ നബിയും, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികള്, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, സുഹദാക്കള്, സഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പാ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ അയൽവാസികള്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ വഅദ് കേൾക്കാമെന്നവരിൽ ചില ആൾക്കാരിങ്ങനെ കടന്നു വരികയാ. നല്ലതുപോലെ കുളിപ്പിച്ച് സുഗന്ധം തേച്ച് അല്ലാഹുവേ നല്ല തുണിയിൽ, പുതിയ തുണിയിൽ കൊണ്ടുപോയി ഖബറടക്കിയ നമ്മള്, ഈ സദസ്സിലിരിക്കുന്നവരിൽ ചില ആൾക്കാർ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ജനങ്ങള് നമ്മളെ കാണുമ്പോ അവര് മൂക്ക് പൊത്തുകയാണ്, അവര് തലതിരിക്കുകയാണ്. അല്ലാഹുവേ, പൊഴുത്തു നാറിയവരെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തില് ജനങ്ങൾ മുഴുവനും വെറുക്കുന്ന രീതിയില് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അറപ്പും വെറുപ്പോടെ എല്ലാവരും നമ്മളെ നോക്കുകയാണ്. അവരോടി മാറുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അല്ലാഹു ഈ സദസ്സിലിരിക്കുന്ന ചിലര് നാണം കെടുത്തിയിട്ട് നിന്യന്മാരായി, നിസാരന്മാരായി, മോശക്കാരായി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അല്ലാഹു ചില ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇപ്പൊ താടിയും തഴമ്പും തൊപ്പിയും ജുബ്ബയും ഖുർആനും ഹഫീലും വഅദും ഒക്കെ ഉണ്ട്. നമുക്കൊക്കെ നമ്മളിപ്പോൾ വലിയ ആൾക്കാരെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കല്ലേ അറിയൂ. എടാ ചങ്ങാതി, നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എത്ര നാൾ പറയും ഈ 3 പീഡികക്കാർ? അവർ ഒരാഴ്ച പറയും, അത് കഴിയുമ്പോൾ അടുത്തത് പറയും, നിന്നെ പിന്നെ അറിയത്ത് പോലും ഇല്ല അവർക്ക്. എന്നാ നീ ഈ ജനങ്ങൾ, നീ നാണം കെടുന്നു, ഇവരുടെ മുമ്പിൽ നിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് നീ നാണം കെട്ടു പോകുന്നതിന് ഇത്രയും ഭയന്നിട്ടാ നീ ദുആ ചെയ്യണം. അല്ലാ നാണം കെടുത്തല്ലേ അല്ലാ. എന്നാ ഈ ദുബിയും തൊപ്പിയൊക്കെ ഉള്ള ചങ്ങാതിമാരെ, നമ്മളിൽ ചിലർ നാളെ പരലോകത്ത് വരുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കും, ദുർഗന്ധമടിച്ച് പുഴുത്തു നാറി. അല്ലാഹുവേ, ജനങ്ങൾ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ നാളെ അല്ലാഹു നമ്മളിൽ ചിലരെ പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ നാണം കെടുന്നതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്, ദുനിയാവി മാത്രമല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചോനെ നീ എന്നെ നാളെ പരലോകത്ത് നിന്നനാക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കും ഉസ്താദെ അത് കള്ളുകുടിയനായിരിക്കും.
വ്യഭിചരിക്കുന്നവനായിരിക്കും, പലിശ തിന്നുന്നവനായിരിക്കും, ശിർക്ക് ചെയ്യുന്നവനായിരിക്കും, നിസ്കരിക്കാത്തവനായിരിക്കും. നമ്മളൊന്നും ആ കൂട്ടത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ ധാരണ നമുക്കുണ്ട്. അത് ആമീൻ പറയാത്ത നമ്മുടെ വിചാരം ഈ കള്ളുകൊടിയും വ്യഭിചാരവും പലിശയും ശിർക്കും ഇതൊക്കെയാണ് വലിയ പാവമെന്ന് നമ്മളതാ കരുതിയിരിക്കുന്നത്. നമ്മളൊന്നും ചെയ്യുന്നത് പാവമായിട്ട് നമ്മൾ കൂട്ടുന്ന പോലും ഇല്ല. നമുക്ക് ഈ പാവമെന്ന് പറയുന്നത് ഈ മൂക്കിൻ്റെ മൂലൊരു ഈച്ച വന്നു അതിനെ പായിച്ച് കളഞ്ഞു, അത്രയുള്ള നമുക്ക് പാവങ്ങളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇവരൊന്നും അല്ല താത്താമാരെ. ഈ കള്ളുകുടിയനും വ്യഭിചാരിയും പലിശ തിന്നുന്നവനും ശിർക്ക് ചെയ്യുന്നവനും മാത്രമൊന്നുമല്ല, ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന നമ്മളിൽ ചിലരുമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ശബ്ദമൊക്കെ പോയി. ഇനിയിപ്പം 4-ാം തീയതി കാത്തിരിക്കുക, അന്ന് വേണം ഇറങ്ങിയിട്ട് ഒന്ന് റോഡിൽ നിന്നിട്ട് ഒന്ന് തുറക്കാൻ. അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. അള്ളാഹുവേ പടച്ചവനെ, ഈ മജ്ലിസിലിരുന്ന് ആരാണോ ഉറക്ക ആമീൻ പറയുന്നത് അവർക്ക് മരിക്കുമ്പോൾ ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ തന്നെ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തുറക്കാനും അറിയാം അല്ലേ? അത് ചിലരങ്ങനെ ഒരെണ്ണം വാപ്പ പറഞ്ഞു, മോനെ അതിങ്ങ് എടുത്തിട്ട് വാടാ. ഞാൻ പോത്തില്ല വാപ്പ. എടാ പോയി എടുത്തിട്ട് വാടാ. ഏയ് തലയ്ക്കൊന്ന് കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുത്തിട്ട് വാടാ. അപ്പോൾ ചിലരങ്ങനെ ഒന്ന് കൊണ്ടാലേ നേരെയാകത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സലീമ, നീ എന്താ ഇവിടെ പോയി നിൽക്കണേ? ശരി, ദുആ ചെയ്യ്. രാവിലെ മുതലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ അല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഒരു ചങ്ങാതിയ വഅദിന് വന്നിട്ടുള്ള പരിചയ. അൽഹംദുലില്ലാ. മറ്റേ സലീമ വന്നില്ലേ? ശരി, അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങല്ലേ. അവനവൻ ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഈ കൂട്ടത്തിലുണ്ടോയെന്ന്. എൻ്റെ കാര്യം ഞാൻ നോക്കാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കാം. ഈ പറയുന്ന പാപങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളല്ല, നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ വഅദ് പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. ഞാൻ വഅദ് പറയുന്നത്, നീ ഉസ്താദ്മാർ പറഞ്ഞാൽ പോരെ? നല്ല വഅദ് പറയുന്ന ഉസ്താദ്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നു, നല്ല പ്രായമുള്ളവർ, മുദരിസീങ്ങൾ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഖിദ്മത്തുകൾ കബൂലാക്കുമാറാകട്ടെ. അപ്പം ഞാൻ വഅദ് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ, നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. എടാ, കരുണയില്ലാത്ത മനുഷ്യന്മാർ ആമീൻ പറയടോ. നിങ്ങൾ ഇത്രയും പേരില്ലേ, 40 പേര് കൂടുതലില്ലേ, ആരുടെ ആമീന അള്ളാഹ് കേൾക്കണമെന്നറിയില്ല. ഞാനെങ്ങാനും രക്ഷപ്പെട്ടു പോയാലോ? അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നന്മയുണ്ട് ഇൻഷാ അള്ളാഹ്, അത് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗമാരാം അള്ളാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ പറയുന്ന ദുസ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? ഓരോരുത്തരും അവരെ കുറിച്ച് ചിന്തിക്കടോ. ഓരോ മനുഷ്യനും അവനവനെ കുറിച്ച് ചിന്തിക്കുക. ഈ പറയുന്ന സ്വഭാവമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹു നാണം കെടുത്തിയിട്ട് ഖബറിനകത്ത് നിന്ന് കൊണ്ടുവരുന്ന ആ ജനങ്ങളിൽ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, അഹങ്കാരികളെ പോലെ ജീവിക്കുന്നവരുണ്ടല്ലോ, അഹങ്കാരികളെ പോലെ ജീവിക്കുന്നവരുണ്ടല്ലോ. ഈ ലോകത്ത് അഹങ്കാരത്തോടെ നടക്കുന്നവരെ നാളെ പടച്ച റബ്ബ് പരലോകത്ത് കൊണ്ടുവരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചവനെ, അഹങ്കാരികളെ പോലെ ജീവിക്കുന്നവരുണ്ടല്ലോ, എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, ഞാൻ വലിയവനാണെന്ന് പറയണം. അതിനു വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പടച്ചവനെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൻ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ.
നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ് ഒരു വിഭാഗം. അവരുടെ അവരുടെ രൂപത്തെ കുറിച്ച് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അഹങ്കാരത്തോടെ നടന്നവർ, അഹങ്കാരികൾ എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ കോടതിയിൽ കടന്നു വരുന്നതെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, അംസാലു ദുർരി ഫീ സൂരിജാൽ യഗ്ശാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കറുത്ത ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വസ്ത്രങ്ങളിലൂടെ കേറിയിടങ്ങി നടക്കുന്ന ഏറ്റവും ചെറിയ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? ആ കറുത്ത ചെറിയ ഉറുമ്പിന്റെ രൂപത്തിലാണ് നാളെ ഖബറിനകത്ത് നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റ് വരുന്നത്. അവരത്രയും നിസാരന്മാരാവുകയാണ്. ഉറുമ്പിന്റെ രീതിയിൽ അത്രയുള്ള ഒരു മനുഷ്യന് അവനെ നാളെ കൊണ്ടുവരികയാണ്. ദുർഗന്ധമടിക്കുകയാണ്. കാണുന്നവർ മുഖം തിരിക്കുകയാണ്. വൃത്തികെട്ടവനെ പോലെ, പുഴുത്തു നാറിയവനെ പോലെ നാണം കെടുത്തിയിട്ട് നാളെ ഖബറിനകത്ത് നിന്ന് പടച്ച റബ്ബ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ വിഭാഗം അഹങ്കാരികളാ. പടച്ചവനെ അഹങ്കാരികളെ നാളെ പടച്ചവൻ നാണം കെടുത്തുകയാണ്. നീ ദുനിയാവിൽ എല്ലാവരുടെ മുമ്പിലും വലിയവനാകണം, എല്ലാവരുടെ മുമ്പിലും അറിയപ്പെടുന്നവനാകണം. എന്നെ കാണുമ്പോ എഴുന്നേൽക്കണം. അതിനുവേണ്ടി ഏത് വൃത്തികേടും ചെയ്യുമല്ലോ. സ്വന്തം പൈസ കൊടുത്ത് ഫ്ലെക്സ് അടിച്ചു വെക്കുമല്ലോ. അത് പറയുന്നതിന് വേണ്ടി കാശ് കൊടുത്ത് ആളെ കൂടെ നിർത്തുമല്ലോ. നീ വലിയവനാണെന്ന് പറയാൻ, എങ്കിലും നീ വലിയവനല്ലടാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് അല്ലാഹു നിന്നെ നാണം കെടുത്തുകയാണ്. നീ ഒന്നുമല്ലടാ, നീ ഒന്നുമല്ലടാ, നീ നിസാരനാടാ. ആ കോടാനി വരുന്ന പ്രവാചകന്മാരുടെ അനുയായികളും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ദിവസം അല്ലാഹു ഒരു ഉറുമ്പിന്റെ അത്രയും നിനക്ക് നീയുള്ളൂ, ഒരു ഉറുമ്പിന്റെ അത്രയേ നീയുള്ളൂ. അതുപോലെ നിന്നെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അഹങ്കാരം എന്നാൽ എന്താണ് നബിയേ? നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ബത്തുൽ ഹഖി വഅംദുന്നാസ്. പടച്ചവനെ, പാപപ്പെട്ടവരോട്, മറ്റുള്ളവരോട് നിനക്കൊരു അവഗണനയാണ്. നീ അവരെ കാണുന്നത് താഴ്ന്നവരെ പോലെയാണ്. അവരെന്തു പറഞ്ഞാലും നീ അംഗീകരിക്കില്ല. ഒരു ധിക്കാരിയെ പോലെ ജീവിക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അഹങ്കാരമുണ്ടോ? അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളറയിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. അവന്റെ ദുആഇക്ക് ഇജാബത്തില്ല. അവൻ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് അവന് കടക്കില്ല എന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന മുസ്ലിമേ, നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്, നമുക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ? ഒന്ന്, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പോൾ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഹങ്കാരികളെയാണ്. എന്തിനാ? ഞാൻ ഇവിടുത്തെ വലിയ ആളാ, എന്നെ കാണുമ്പോൾ എഴുന്നേക്കണം, ആദരിക്കണം, വലിയവനാണെന്ന് പറയണം. അതിനെന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യും. ഒരു 5 പേരെ നിർത്തും നമ്മുടെ മഹത്വം പറയാൻ. പരസ്യമായിട്ട് ലക്ഷങ്ങൾ കൊടുക്കും, ഞാൻ വലിയ കൊടുക്കുന്ന ആളാ. അതിലൊന്നും ഒരു കാര്യമില്ല. എങ്ങാതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ഒരു നന്മയും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ, നാളെ നിന്നെ അള്ള കൊണ്ടുവരുന്നത് ഉറുമ്പിൻ്റെ അത്രേ നീ കാണത്തുള്ളൂ. ഉറുമ്പിൻ്റെ അത്രയും തരം താഴ്ത്തും നിന്നല്ല. അത്രയും നിസാരനാക്കിയിട്ട നാളെ പരലോകത്ത് കൊണ്ടുവരുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? ഉണ്ടോ? അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇത് തന്നെ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളമല്ലേ? അതല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? ചിലർ കൈപൊക്കി, ചിലർ പൊക്കിയില്ല. ഇനിയിപ്പോൾ പൊക്കിയവ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ചിലർ പൊക്കിയില്ല.
ഇനി പൊക്കിയവനോ അപ്പം ഞാനെല്ലാം അങ്ങനെ 2 ചിന്തയുണ്ടല്ലോ. ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ല, ഇപ്പൊ സിറാജിന് അഹങ്കാരം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് വഴിയുണ്ട്. ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരടയാളം പറഞ്ഞു തരാം. ഈ ദുസ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തടോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾ ഖലീഫയാണ്. അല്ലാഹുവേ, ഉമർ തങ്ങൾ സുബ്ഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നൽകുകയാണ്. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നു, അവിടെ നിന്ന് ഇഖാമത്ത് കൊടുത്തു. ഉമർ തങ്ങൾ ഇമാമത്തായി ജമാഅത്തായി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ മുഴുവനും ഉമർ തങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുകയാ. ഉമർ തങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇഖാമത്ത് കൊടുത്ത് നമസ്കാരം തുടങ്ങി, ഫാത്തിഹ ഓതി. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. ഉമർ തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിസ്കാരം തുടങ്ങിക്കഴിയുമ്പോ അബൂൽ ഉലുആ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരികയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉമർ തങ്ങളുടെ മിഹ്റാബിലേക്ക് കയറി വന്നു. പടച്ചവനെ, ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് വിഷം കടത്തിയ കടാര എവിടെ നിന്ന് കുത്തി ഇറക്കുകയാ. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കത്തികേറ്റു. എന്നിട്ട് അവൻ ഇറങ്ങി ഓടുകയാണ്. പോകുന്ന വഴിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന 17ഓളം വരുന്ന സ്വഹാബികളെയും കുത്തി പരിക്കേൽപ്പിക്കുകയാ. എന്നിട്ട് അവൻ ഇറങ്ങി ഓടിയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. ഉമർ തങ്ങൾ പടച്ചവനെ നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതാ കുത്തുകൊണ്ടിട്ട് തന്റെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, ഉമർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുവോ? നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ അവിടെ നിന്ന് അനുവാദം കൊടുക്കുന്നു, ആരെങ്കിലും ഒന്ന് കയറി നിന്ന് ഇമാമത്ത് നിൽക്കണേ. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. ഉമർ തങ്ങൾ അവിടെ നിന്ന് അനുവാദം കൊടുക്കുമ്പോ പുറകിൽ നിന്ന് സ്വഹാബി ഇമാമിന്റെ സ്ഥാനത്തേക്ക് കയറുകയാണ്. അതാ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ തന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് രക്തത്തിൽ കുളിച്ച് മരണവപ്രാളത്തിൽ കടന്നു പിടയുമ്പോ ആ സ്വഹാബി അവിടെ നിന്ന് നിസ്കരിക്കുകയാ. ഖലീഫ ഉൾപ്പെടെ ഒരുപാട് പേര് കുത്തുകൊണ്ട് പള്ളിക്കകത്ത് കിടക്കുമ്പോ എല്ലാവരും കെട്ടിയ കൈയഴിച്ചില്ലടോ. ആ സ്വഹാബികൾ മുഴുവനും നിസ്കാരത്തിലാണ്. ആ സ്വഹാബികൾ മുഴുവനും നിസ്കാരത്തിലാണ്. ഒരാൾ പോലും കൈയഴിച്ചില്ല, ഒരാൾ പോലും ഇറങ്ങി ഓടിയില്ല, ഒരാൾ പോലും അനങ്ങിയില്ല. കാരണം നിൽക്കുന്നത് പടച്ച റബ്ബിന്റെ മുമ്പിലാണ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ മുമ്പിലാ. കൈകെട്ടികെട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്. അല്ലാഹുവോട് പറഞ്ഞത്, പടച്ചവനെ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എല്ലാം നിനക്കാണ് പടച്ചവനെ എന്ന് പറഞ്ഞിട്ടാണ് കൈകെട്ടിയിരിക്കുന്നത്. അങ്ങനെ പടച്ചവനെ നമസ്കാരം കഴിഞ്ഞു. ഉമർ തങ്ങൾ പള്ളിയുടെ മിഹ്റാബിനകത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അല്ലാഹ്,
ഉമർ തങ്ങളുടെ ചാരത്തേക്ക് സഹാബത്ത് കടന്നു വന്നു. പടച്ചവനെ, ഉമർ തങ്ങൾക്ക് മനസ്സിലായി തന്റെ അവസാനം അടുത്തെന്ന്. എല്ലാ സ്വഹാബികളും അടുത്തു വന്നു. അതാ ഉമർ തങ്ങൾ അവിടെ നിന്ന് വസിയ്യത്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരോടും ഓരോ കാര്യങ്ങളും പറഞ്ഞടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് കിടക്കുകയാ. ഉമർ തങ്ങൾ ബോധം കെട്ട് കിടക്കുകയാണ്. നിങ്ങളെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ഉമർ തങ്ങൾക്ക് ബോധം വരുന്നില്ല. എന്തെല്ലാം ചെയ്തിട്ടും ഉമർ തങ്ങൾക്ക് ബോധം വരുന്നില്ല. ആ സമയത്ത് ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞതെന്തെന്നറിയോ? പള്ളിയുടെ മിഹ്റാബിനകത്ത് കുത്തുകൊണ്ടിട്ട് പടച്ചവനെ ബോധമില്ലാതെ കിടക്കുന്ന ഉമർ തങ്ങള്. ആ ഉമർ തങ്ങൾക്ക് ബോധം തിരിച്ചു വന്നാതെ വന്നപ്പോ എന്തു ചെയ്തിട്ടും അവിടെ നിന്ന് ബോധം തിരിച്ചു വരുന്നില്ല. ആ സമയത്തും മകൻ പറഞ്ഞു കൊടുക്കുകയാ, പെങ്ങളെ നല്ലതുപോലെ കേൾക്കണം മോളെ, ഇവിടെ പഠിക്കുന്ന എന്റെ പെൺകുട്ടികൾ കേൾക്കണേ. ഒരു മകൻ പറഞ്ഞു കൊടുക്കുകയാ, ഒരു മകൻ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ വാപ്പ എഴുന്നേക്കണോ, എന്റെ വാപ്പ എഴുന്നേക്കണോ, ഞാൻ അതിനൊരു വഴി പറഞ്ഞു തരാം സ്വഹാബ. എന്റെ ബാപ്പയായ ഉമർ തങ്ങൾ എഴുന്നേക്കണോ, എന്റെ ഉപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ മോനെ, എന്തേ മോനെ, ആരെങ്കിലും എന്റെ വാപ്പാടെ ചെവിയിൽ ചെന്നിട്ട് പറ, നമസ്കരിക്കാൻ സമയമായെന്ന്. നമസ്കാരം, നമസ്കാരം, നമസ്കാരത്തിന്റെ കാര്യം ആരെങ്കിലും എന്റെ ഉപ്പയുടെ ചെവിയിലെന്ന് പറയൂ. എന്റെ ഉപ്പ എഴുന്നേക്കുമെന്ന് പിതാവ് എഴുന്നേക്കുമെന്ന് മകൻ പറഞ്ഞു കൊടുക്കുമ്പോ അവസാനം എന്റെ പ്രിയപ്പെട്ടവര് നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോ ഉമർ തങ്ങൾ ഞെട്ടി ഉണരുകയാ. സഹാബാ, നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബാ? പടച്ചവനെ, ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ്. എല്ലാവരും കാണാൻ വരുന്നുണ്ട്. ഉമർ തങ്ങളോട് വസിയ്യത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉമർ തങ്ങളെ മരണത്തിന്റെ വേളയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഉമർ തങ്ങളെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വരികയാണ്. പള്ളിയിൽ പടച്ചവനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന്റെ മടിത്തട്ടിൽ തലവച്ച് കിടക്കുന്ന ഉമർ തങ്ങളെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ ഉമർ? ഖത്താബിന്റെ മകൻ ഉമറിനോട് ചോദിക്കുകയാണ്, നീ ആരായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ പോയവനാ, നബി തങ്ങളെ കൊല്ലാൻ പോയ ആളാണ് ഉമറേ നീ. നിനക്ക് അല്ലാഹുവേ പടച്ച റബ്ബ് നിനക്ക് ഹിദായത്ത് തന്നില്ലേ? മുസ്ലിമാകാൻ കഴിഞ്ഞില്ലേ? നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തില്ലേ? ശഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായല്ലോ. നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ഉമറേ. നിങ്ങളെ നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. നിങ്ങളെ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞ 10 പേരിൽ ഒരാളാണ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ നബി തങ്ങളെ കൊല്ലാൻ പോയ ആളാ. അങ്ങനെ ജീവിച്ചിരുന്ന ഖത്താബ്, അങ്ങനെ ജീവിച്ചിരുന്ന ആളായിരുന്നടോ ഖത്താബ്. ഖത്താബിന്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. പടച്ച റബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, ഈ കഴുത മുസ്ലിമായെന്ന് പറ, ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. എന്നാലും ഖത്താബിന്റെ
നിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. അങ്ങനെയാ ജീവിച്ചിരുന്നത് ഉമർ. ആ ഉമറാണ് മുസ്ലിമായത്. ആ ഉമറാണ് നബിതങ്ങളുടെ കയ്യിൽ പിടിച്ച് ബൈഅത്ത് ചെയ്തത്. ആ ഉമറിനെയാണ് നബിതങ്ങൾ ഇഷ്ടപ്പെട്ടത്. ആ ഉമറാണ് ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായത്. ആ ഉമറാണ് രണ്ടാമത്തെ ഖലീഫയായത്. ആ ഉമർ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉമർ തങ്ങളെ ഇങ്ങനെ കോരിത്തെരിപ്പിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉമറേ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ് ഉമറേ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഒരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അല്ലാഹു നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഉമർ തങ്ങൾ ചോദിച്ചു, എന്തേ മോനെ, എന്തേ മോനെ? ഉമർ തങ്ങളോട് പറയുന്നു, തങ്ങളെ യുദ്ധം ഹറാമാക്കിയ മണ്ണിൽ കിടന്നിട്ട് ഷഹീദാകാ അല്ലാഹു ഭാഗ്യം തന്നില്ലേ തങ്ങളെ? യുദ്ധം ഹറാമായ നാടാണ് മക്കയും മദീനയും. ആ മദീനത്ത് കിടന്നിട്ട് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? ഇതിനേക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? ഇതിനേക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? ഉമർ തങ്ങൾ കരയുകയാണ് സന്തോഷം കാരണം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് കേട്ടപ്പോ ഉമർ തങ്ങൾ കരഞ്ഞടോ. ഉമർ തങ്ങൾ സന്തോഷം കൊണ്ട് കരയുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ സലാം പറഞ്ഞു മടങ്ങുകയാ. ആ ചെറുപ്പക്കാരൻ സലാം പറഞ്ഞു മടങ്ങുകയാ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടങ്ങി പോകുമ്പോ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങൾ ഒരു രംഗം കാണുകയാ. ഉമർ തങ്ങൾ ഒരു രംഗം കാണുകയാ. ഉമർ തങ്ങൾ പതുക്കെ ഇങ്ങനെ എഴുന്നേക്കുകയാണ്. പതുക്കെ ഇങ്ങനെ തന്റെ മകന്റെ മടിയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ തലയൊന്ന് പൊക്കിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോനെ. എന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ചെറുപ്പക്കാരാ, ഏ പൊന്നുമോനെ, ഏ പൊന്നുമോനെ. ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചിട്ട് ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അങ്ങനെ നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി